പ്രൈസലോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവെഴുത്ത് ഭാഗം വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ വചനം നല്ല സുപരിചിതമാണ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലൂടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ദൈവദാസന്മാർ ഈ വചനം ശുശ്രൂഷിച്ച് നമ്മൾ വലിയ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ടുണ്ട്, സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനം ഇന്ന് പകലും നിങ്ങളുടെ ജീവിതത്തിലും സൗഖ്യവും വിശ്വാസവും വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലേ? ഇപ്പൊ ശതാധിപൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ കാണുന്നില്ല. പഴയ നിയമത്തിൽ ശതാധിപൻ എന്ന വാക്കില്ല. അത് റോമക്കാരുടെ ഇടയിൽ നിന്ന് മാത്രമാണ് ഈ വാക്ക് വന്നിരുന്നത്. റോമൻകാരുടെ ഇടയിലാണ് ഈ വാക്ക് ശതാധിപൻ എന്ന വാക്ക് വന്നത്. 100 യുദ്ധവീരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പോലെയും ഒരു മിലിറ്ററി മേജർ എന്ന പോലെയും ശതാധിപൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. 6000 പേരുള്ള സൈന്യവീരന്മാരെ അഥവാ പട്ടാളത്തെ പട്ടാളമെന്നും ലെഗിയോൻ എന്നും വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. അതിന്റെ തലവനെ സൈന്യാധിപൻ എന്നും വിളിക്കും. അങ്ങനെ വ്യത്യസ്ത നിലപാടുകളിലൂടെ ആ കാലഘട്ടത്തിൽ പേരുകൾ പ്രശസ്തമായി നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു ശതാധിപനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ ശതാധിപന്റെ പേരോ അവന്റെ വീടോ അവന്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ലെങ്കിലും വേദപുസ്തകത്തിൽ ഈ ശതാധിപനെ കുറിച്ച് വെളിപ്പെടുത്തി നമുക്ക് തരുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം എല്ലാ മേഖലയിലും എല്ലാ ജനത്തോടും കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ഞാൻ നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് കടന്നു പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേദഭാഗമൊക്കെ നമുക്ക് ദൈവം തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനും വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 5 തൊട്ടുള്ള വാക്യങ്ങളാണ് ശതാധിപനെ കുറിച്ച് പറയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയത്, അവർ കവർണ്ണഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചു കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. യേശുവിനോട് ശതാധിപൻ വന്ന് പറയുന്ന ഭാഗമാണ്. ശതാധിപനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെരോദ അന്തിപ്പാസിന്റെ ഒരു സേനാനായകനാണ് അല്ലേലൂയ ഈ ശതാധിപൻ. അല്ലേലൂയ. അവന്റെ പ്രിയപ്പെട്ട ദാസനാണ് പക്ഷപാതം പിടിച്ചു കിടന്നിരുന്നത്, രക്തം ചെയ്യാൻ. കർത്താവ് ആ പുറംജാതിക്കാരന്റെ അപേക്ഷ അംഗീകരിക്കുന്നു. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് യേശു പറയാം. ഈ ശതാധിപൻ പുറംജാതിക്കാരനാണെങ്കിലും അവന്റെ അപേക്ഷ കർത്താവ് കേട്ടിട്ട് യേശു പറയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. വചനം പറയുന്നത് അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് അതന്നെ ശതാധിപൻ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം കാണുമ്പോൾ തുടർന്ന് ശതാധിപന്റെ വിശ്വാസത്തോടു കൂടെയുള്ള സംഭാഷണം യേശുവിനെ അത്ഭുതപ്പെടുത്തി. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്ന് ഒരു സഹായം ചോദിക്കുന്നെങ്കിൽ, നമ്മളൊരു പ്രാർത്ഥന അപേക്ഷയോടുകൂടി വെക്കുന്നെങ്കിൽ, നമ്മുടെ വിഷയത്തിന് വേണ്ടി മനസ്സരിഞ്ഞ് നമ്മോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽ പല ആളുകളും എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ, എന്റെ പ്രാർത്ഥന ദൈവം ഉൾക്കൊള്ളുന്നുണ്ടോ, എന്നെ ദൈവം കാണുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ സകല വിഷയങ്ങളും അറിയുന്നവൻ യേശു. അവൻ മുഖപക്ഷം കൂടാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നാളുകളായി ശതാധിപന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചു കിടക്കുന്നത് പോലെ നീയും വിവിധമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിന്റെ ഭവനത്തിൽ പ്രിയപ്പെട്ട വിവിധമായ രോഗശൈലിയായിരിക്കുമ്പോൾ,
അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ശക്തനായൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കണം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അവൻ എല്ലാവർക്കും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു എല്ലാവർക്കും ദൈവമാണ്. അല്ലേ? ആരെങ്കിലുമൊക്കെ നിഷേധിക്കുന്നവരുണ്ടെങ്കിൽ അവർ അറിവില്ലായ്മ കൊണ്ടാണ്, പരിജ്ഞാനമില്ലായ്മ കൊണ്ടാണ്. യേശുവിനെ ദൈവമല്ല എന്ന് നിഷേധിക്കുന്നവരെ ഒക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അറിവില്ല, പരിജ്ഞാനമില്ല, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേലൂയ, ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ അല്ലേലൂയ, യേശു അത് കേട്ടിട്ട് അവനിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി, അല്ലേലൂയ, അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യമായി കണ്ടു. അപ്പൊ ശതാധിപന്റെ വാക്ക് കേട്ടിട്ട് ഈശ്വര ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ വിശ്വാസമുള്ളവരെ കണ്ടിട്ടില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദൻ ദൈവത്തിന്റെ ജാതിയാണ്, ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണെന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും ആ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അനവധി ആളുകളുണ്ട്. യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ചെയ്തിട്ടും അതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, അതിനെ മറുതലിക്കുന്നവരുണ്ട്, ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്, യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ ഉള്ളപ്പോഴാണ് യേശുക്രിസ്തു ശതാധിപന്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസം എത്രമാത്രം യേശുവിനോടുണ്ട്? നിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ യേശുവുമായിട്ട് എങ്ങനെയാണ്? നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി നീ എത്രയോ കാലങ്ങളായി പലവിധമായ സാഹചര്യങ്ങളിലൂടെ അതിന് മറുപടിക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നു. എവിടെല്ലാം നീ കടന്നുപോയി, ആരോടെല്ലാം നീ സൗഖ്യത്തിന് വേണ്ടി ചോദിച്ചു, പ്രാർത്ഥിച്ചു, നിന്റെ വഴിപാടുകൾ നീ കൊടുത്തു, എന്തെല്ലാം നേർച്ച കാഴ്ചകൾ കൊടുത്തു, എന്നിട്ടും നിന്റെ രോഗത്തിന് സൗഖ്യം വരുന്നില്ല എങ്കിൽ ഇന്ന് പകൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന, സകല രോഗത്തിനും സൗഖ്യദായകനായിരിക്കുന്ന യേശുവിന്റെ അരികിലേക്ക് നീ വരുന്നെങ്കിൽ അവൻ നിന്നെ സൗഖ്യമാകും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം വായിക്കൊണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. എന്റെ അവൻ ഗിലെയാദിന്റെ വൈദ്യനാണ്. സ്തോത്രം. ഗിലെയാദിന്റെ സുഗന്ധ തൈലം എന്ന് പറഞ്ഞ കുരിശിലെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി സകല രോഗത്തിന് സൗഖ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിലേക്ക് മടങ്ങി വരണം. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ശതാധിപന്റെ വിശ്വാസം പോലെ നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നാം വായിച്ച വചനത്തിൽ ഹല്ലേലൂയ ശതാധിപൻ പറഞ്ഞു, അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ഭാര്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ ജീവിതത്തിന്റെ താഴ്മ അവിടെ കാണാൻ കഴിയും. ഈ ശതാധിപൻ സൈന്യത്തിന്റെ നേതാവാണ്, വലിയൊരു ബറ്റാലിയന്റെ നേതാവാണ്, തനിക്ക് അധികാരമുണ്ട്, പവറൊക്കെ ഉണ്ടെങ്കിലും അവൻ യേശുവിന്റെ സന്നിധി തന്നെ താഴ്ത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പറയും, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ നിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഒരു വാക്ക് മതി ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ. നിന്റെ സാമ്പത്തികമായ കടങ്ങൾ മാറുവാൻ, നിന്റെ രോഗങ്ങൾ മാറുവാൻ, നിന്റെ ശാപങ്ങൾ മാറുവാൻ, നിന്റെ ബന്ധനം അഴിയുവാൻ, നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ മാറുവാൻ, ആഭിചാര മന്ത്രവാദ ദുർമന്ത്രവാദ ശക്തികളിൽ നിനക്ക് മോചനം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ഒരു വാക്കുമതി, യേശുവിന്റെ ഒരു വാക്കുമതി. നീ വിശ്വാസത്താൽ കടന്നു വന്ന് നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യം ഏതാണോ അതിന്റെ നടുവിൽ നീ യേശുവിനോട് പറ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു അനവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. വിദ്യാസമ്പന്നരായിരിക്കുന്ന, ജ്ഞാനികളായിരിക്കുന്ന, നല്ല സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിരുന്ന, ആ പദവിയിലിരുന്ന ആളുകൾ ദൈവിക പരിജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട്, ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ട് പിശാച് അവരുടെ ഉള്ളിൽ കടന്നുകൂടി അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി നമ്മൾ കണ്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആത്മഹത്യ ഒന്നിനും പ്രശ്നത്തിനും പരിഹാരമല്ല. നീ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നീ ഭാരപ്പെടുന്ന വിഷയം ഏതായിരുന്നാലും, നിന്റെ സങ്കടപ്പെടുന്ന വിഷയങ്ങൾ ഏതായിരുന്നാലും, നിന്നെ മനസ്സിൽ നിരാശപ്പെടുന്ന വിഷയം ഏതായിരുന്നാലും അതിന് പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ശതാധിപനെ പോലെ നീ വിശ്വാസത്തോടെ ദൈവത്തിനെ താഴ്ത്തിക്കൊടുത്ത്, കർത്താവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുമല്ലോ എന്ന് നീ ദൈവത്തോട് പറയുന്നെങ്കിൽ യേശു നിന്നെ സൗഖ്യമാക്കും.
ഹല്ലേലൂയ. ഇവിടെ അല്ലെങ്കിൽ സ്തോത്രം, ശതാധിപന്റെ പേരെന്താണെന്ന് ഇവിടെ അവൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു വശം നമ്മൾ ചിന്തിച്ചാൽ അവന് തന്റെ വേലക്കാരനോട് മനസ്സിലും സ്നേഹവും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ശതാധിപന്റെ വീട്ടിലെ ഒരു വേലക്കാരനാണ് ഈ പക്ഷപാതം പിടിച്ചു കിടക്കുന്നത്. ഹല്ലേലൂയ. അവനോട് ഈ ശതാധിപന് വളരെ സ്നേഹവും കരുതലും ആദരവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവന് പറഞ്ഞ ബാലിക്കാരൻ പക്ഷപാതം പിടിച്ച് അവന്റെ സ്തോത്രം കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കും, നീ വരണമെന്ന് പറയുന്നത്. ഇവിടെ ശതാധിപൻ അധികാരത്തിൻ കീഴിൽ ഇരിക്കുന്നവരാണെങ്കിലും തന്റെ വീട്ടിലുള്ള ജോലി ചെയ്യുന്നവർ അവന്റെ ബാല്യക്കാരനെ കുറിച്ച് കരുതലുള്ളതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന, നിന്നോടൊപ്പം ജീവിക്കുന്ന, നിന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആമൻ അലിയ നിന്റെ കൂടെ ആമൻ നടക്കുന്നവരോട് നീ കരുതലും സ്നേഹവും ഉള്ളവനായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ശതാധിപന് തന്റെ ഭാര്യക്കാരനോട് വളരെ മനസ്സിലും സ്നേഹം ഉണ്ടായിരുന്നതായി നോക്കുകയാണെങ്കിൽ, മറുവശത്ത് അവൻ ക്രിസ്തുവിന്റെ മേൽ ഒരു ആഴമേറിയ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ശതാധിപന് യേശു ക്രിസ്തുവിൽ ആഴമേറിയ വിശ്വാസം. യേശുവിനെ അവൻ അറിയുന്നതിന് മുമ്പ് ഈ ശതാധിപൻ തന്റെ ബാല്യക്കാരന്റെ സൗഖ്യത്തിന് വേണ്ടി ഒരുപക്ഷെ പല വഴികളും പല വാതിലുകളും മുട്ടിക്കാണും, പലരോടും പറഞ്ഞു കാണും. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അനവധി വൈദ്യന്മാരെ കണ്ടു കാണും, പല മരുന്നുകളും ചെയ്തു കാണും. പക്ഷെ അവിടെ എല്ലാം ശതാധിപൻ പരാജയപ്പെട്ടു. പക്ഷെ താൻ വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന തന്റെ ബാല്യക്കാരന്റെ തന്റെ വേദനക്കാരന്റെ പക്ഷപാതം മാറുവാൻ ഈ ലോകത്തിൽ മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്ത സൗഖ്യം യേശുക്രിസ്തുവിൽ ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു ശതാധിപൻ. അതേ സ്നേഹിത, ഈ ലോകത്തിൽ വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക്, ഇവിടുത്തെ മെഡിസിൻ, ഇവിടുത്തെ സയൻസിന് ഇവര് തരാൻ കഴിയാത്ത വലിയ സൗഖ്യം യേശുവിന്റെ കയ്യിലുണ്ട്. ഏത് രോഗത്തിനും സൗഖ്യദായകൻ യേശുവാണ്. അതുകൊണ്ട് ഭാരപ്പെടുന്ന വിഷയങ്ങൾ തന്നെ യേശുവിലേക്ക് വരണം. അപ്പൊ ഈ ശതാധിപന് ക്രിസ്തുവിൽ ആഴമേറിയ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഭാര്യക്കാരന്റെ സൗഖ്യം വരും എന്ന് പറയുന്നത്. യേശുവിന്റെ വിശ്വാസമാണ്. ശതാധിപൻ പറയുന്നത്, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്ന്, എന്റെ ഭാര്യക്കാരന്റെ സൗഖ്യം വരുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാവി, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? കർത്താവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ കുടുംബത്തിന്റെ ശാപം മാറും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ കുടുംബ ബന്ധനം വഴിയും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ മക്കളുടെ ദുർനടപ്പ് മാറും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഭാര്യയുടെ ദുർജീവിതം മാറും. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഭവനത്തിലെ ലഹരി ഉപയോഗിക്കുന്ന സഹോദരങ്ങൾക്ക് വിടലുണ്ട്. അങ്ങൊരു വാക്ക് കൽപ്പിക്കണമെന്ന് നീ ദൈവത്തോട് പറയുന്നെങ്കിൽ സ്തോത്രം, ദൈവം അത്ഭുതം ചെയ്യും. കടക്കിണിയാൽ ഭാരപ്പെടുന്ന ജീവിതം കൊണ്ട് പറയട്ടെ, നീ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച് എന്റെ കടത്തിനൊരു ആശ്വാസം നൽകണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമൊക്കെ അനവധി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് ജീവിതം നിരാശപ്പെട്ടവരാണ്. വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രതീക്ഷ വെച്ച് കടന്നുപോയ അനവധി ആളുകൾ ജീവിതം മടുത്തു, മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്നു, നൊമ്പരപ്പെടെ നാട്ടിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. ഇവിടുന്ന് മുടക്കിപ്പോയ പൈസ പോലും തിരിച്ചു കിട്ടാതെ, ചെയ്ത ജോലിയുടെ സാലറി പോലും കിട്ടാതെ കഠിനമായ പീഡയിലൂടെ കടന്നു പോകുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞ് പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ വേണ്ടി ഭാരപ്പെടുന്നവർ, വിദേശ ജോലിയെ കടന്നുപോയി സഹോദരന്മാർ പീഡയിലൂടെ കടന്നു പോകുന്നവർക്ക് വിളിക്കാൻ കാരണമായി പ്രാർത്ഥിക്കുവാൻ. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ വിഷയത്തിന്റെ അടിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ മാനുഷികമായ കരങ്ങൾക്ക് കഴിയില്ല. ദൈവത്തിന്റെ സൃഷ്ടികൾ ഭൂമിയിൽ അങ്ങനെയുള്ള ഒന്നിനും കഴിയത്തില്ല. പക്ഷെ സൃഷ്ടാവിനോട് നീ പറയുകയാണെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുകയാണെങ്കിൽ, ശതാധിപൻ പറഞ്ഞ പോലെ നീ പറ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ പ്രതിസന്ധികൾ മാറും എന്ന് നീ പറഞ്ഞാൽ ഹല്ലേലൂയ, രക്തം ചെയ്യും. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ കഷ്ടത മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ നിരാശയിലേക്ക് പോകാതെ കർത്താവിൽ ആശ്രയിക്കണം. അപ്പം ബാലിക്കാരൻ പറഞ്ഞു, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിനായി ഹല്ലേലൂയ ഒരു വലിയ പ്രാർത്ഥനാലയത്തെ കെട്ടിയെന്നുള്ള വിവരങ്ങൾ ഒന്നും കാണാതിരുന്നാലും ആ ശതാധിപൻ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ദൂരസ്ഥനല്ല ഹല്ലേലൂയ എന്ന് നമ്മൾ അറിയണം. അവൻ ആ കാലഘട്ടത്തിൽ ദൈവനാമത്തിന് ഒരു ആലയം കെട്ടിയൊക്കെ കൊടുത്തവനാ. അതൊന്നും ഇവിടെ ആമേലെ സംസാര വിഷയമല്ലെങ്കിലും ഹല്ലേലൂയ ഈ ശതാധിപൻ ദൈവസനയിൽ വിശ്വാസത്തോടെ നല്ലൊരു പ്രാർത്ഥന വരെ അവനുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല, ദൂരസ്ഥനല്ല. അവൻ ദൈവരാജ്യത്തോട് അടുത്തവനാണെന്ന് നമ്മുടെ കർത്താവിന് മനസ്സിലായി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപി പിതാവേ, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല, ദൈവരാജ്യത്തിന് ദൂരസ്ഥനല്ല. നീ ദൈവരാജ്യത്ത് അടുത്തിരിക്കുന്നവനായിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കുന്നവനായിരിക്കണം.
ഹല്ലേലൂയ. നിന്റെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റം ആസന്നമായിരിക്കുമ്പോൾ നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. നീ ലോകത്തിന്റെ ശക്തികളുടെ കയ്യിൽ അകപ്പെട്ട് നീ സാത്താന്റെ തന്ത്രങ്ങൾ കുടുങ്ങി, ഹല്ലേലൂയ, നീ നിത്യമായി നരകത്തിലേക്ക് പോകാതെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ശതാധിപനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവായ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത് നിത്യജീവനെ പ്രാപിക്കണം. നിത്യജീവനെ പ്രാപിച്ച് ആത്മരക്ഷ പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി വിശുദ്ധ ജീവിതം നയിക്കണം. രക്തജയം. നിന്റെ കുടുംബത്തിനകത്ത് ശക്തമായ പ്രാർത്ഥന വരെ ഉണ്ടായിരിക്കണം. ശതാധിപന്റെ ജീവിതത്തിൽ ശക്തമായ പ്രാർത്ഥന വരെ ഉണ്ടായിരുന്നു. നമുക്ക് അവനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്വർഗരാജ്യം യഹൂദന്റെ കുത്തകയല്ലെന്നും പുറംജാതികളും അതിൽ പെടുമെന്നും ആമി സ്വർഗരാജ്യത്തിൽ യഹൂദ നേതാക്കന്മാരോട് ഒരുമിച്ച് പുറംജാതികളും പന്തിക്കിരിക്കുമെന്നും കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു പറയാണ്, സ്വർഗരാജ്യം യഹൂദന്റേത് മാത്രമല്ല, ഹല്ലേലൂയ, സകല ജനത്തിന്റെയാ. യഹൂദന്മാരോടൊപ്പം പുറംജാതികളും ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കുമെന്ന് യേശു പറയുന്നവരെ കാണാൻ കഴിയും. ഇവിടെ ശതാധിപൻ പറയുക, ഹല്ലേലൂയ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാല് സൗഖ്യം വരും. ഹല്ലേലൂയ. ഞാനും അധികാരത്തിലുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിഞ്ചില്ലെന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടി ഇങ്ങനെ വിശ്വാസം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴാണ് ആ ശതാധിപൻ യേശു ക്രിസ്തുവിന്റെ അരികിൽ വന്ന് എത്രമാത്രം തന്നെ താഴ്ത്തി എന്ന് നോക്കണം. ഈ ശതാധിപൻ അധികാരത്തിന് കീഴിലുള്ളവനാ. ഇവരോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്ന, ഒരു വരിക എന്ന് പറഞ്ഞാൽ അത്ര അധികാരമുള്ളവനാ. എങ്കിലും അവൻ യേശുവിന്റെ സന്നിധി തന്നെ താഴ്ത്തി കൊടുക്കുകയാണ്. ദൈവം അവന്റെ വാക്കുകളെ സ്നേഹത്തോടുകൂടി കേട്ടു. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ലെങ്കിലും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാന്റെ സൗഖ്യം വരും എന്നുള്ള വാക്ക് അവന്റെ ചിന്തകൾ യേശു സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപ്പോൾ എന്റെ ബാലിക്കാരൻ സുഖം പ്രാപിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളെ തന്നെ താഴ്ത്തി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, കർത്താവിന് ചോദിക്കുന്നെങ്കിൽ, ശതാധിപൻ പ്രാർത്ഥിച്ചത് പറഞ്ഞവരെ, നിങ്ങൾ ദൈവത്തിന് എപ്പോഴും നിങ്ങളെ തന്നെ താഴ്ത്തണം. നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങൾ കണ്ണുനീരോടെ ദൈവത്തോട് പറയണം, കർത്താവ് എന്റെ വിഷയത്തിന് പരിഹാരം നൽകണം, എന്റെ വിഷയത്തിന് ആശ്വാസം നൽകണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നീ രോഗിയാണോ, സൗഖ്യം ദൈവം തരും. കടക്കടിയിലാണോ, സൗഖ്യം തരും. നിരാശയാണോ, ദൈവം മാറ്റം തരും. സങ്കടപ്പെട്ടിക മാറ്റം തരും. ഒറ്റപ്പെട്ട അനുഭവമാണോ, ജീവിതത്തിൽ എല്ലാവരും തഴയപ്പെട്ട അനുഭവമാണോ, ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഓർത്ത് നീ ഭാരപ്പെടുകയാണോ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണോ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ട ജോലി മടക്കി കിട്ടാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജോലി നീ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശതാധിപനെ പോലെ നിന്റെ തന്നെ താഴ്ത്തി കൊടുത്തിട്ട് കണ്ണുനീരോടെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി തീർച്ചയായും അത്ഭുതം ചെയ്യും. നിങ്ങൾ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലൂടെ അത്ഭുതം സംഭവിക്കുമെന്നുള്ള ദൃഢവിശ്വാസം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിലൊക്കെ കടന്നു വന്ന വിശുദ്ധ വേദപുസ്തകമൊക്കെ വായിച്ചു തുടങ്ങി കഴിയുമ്പോൾ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ സുവിശേഷത്തിലൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചു. അത്ഭുതങ്ങളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവ്, ഈ ബലഹീനരായി എന്റെ ജീവിതത്തിലും അവിടുത്തെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഞാൻ വിശ്വസ്തനാണത്. ഞാൻ ദൈവത്തോട് വിശ്വസിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും, അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇന്ന് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം, ഇന്ന് ഒരു അത്ഭുതം ചെയ്യണം. അങ്ങ് അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ച ആളാക്കട്ടോ. ഹല്ലേലൂയ. ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയിലും വിവിധ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ് ഈ മെസ്സേജിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട്, കർത്താവ്, ഒരു അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. അത് ദൈവം അത്ഭുതം ചെയ്യും. നീ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് നീ ദൈവത്തോട് പറ. ഉദയത്തിന് മുമ്പേ പക്ഷിമൃഗജാതികൾ ചിലച്ചിറങ്ങുന്നതിന് മുമ്പ്, വാഹനങ്ങൾ രാവിലെ ചീറിപ്പായുന്ന മുമ്പ്, ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാകുന്നതിന് മുമ്പ്, ഉദയത്തിന് മുമ്പേ നീ എഴുന്നേറ്റ് പക്ഷപാതക്കാരനെ പോലെ വലിയൊരു പ്രാർത്ഥന വരെ സൃഷ്ടിച്ചിട്ട് ഈ പക്ഷപാതക്കാരെ സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടക്കുന്നത് പോലെ, ഹല്ലേലൂയ,
ഈ പക്ഷപാതക്കാരെ സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടക്കുന്നു. അവന്റെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ അവനൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി ആരാഗ്രഹിക്കുന്നു? അവന്റെ ശതാധിപൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ശതാധിപന്റെ വിശ്വാസം ഈ പക്ഷപാതക്കാരനെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ ഏരിയ എന്തായിരുന്നാലും നിങ്ങൾ ശതാധിപനെ പോലെ ഒരു പ്രാർത്ഥനാ വല ഉണ്ടാക്കണം. കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കണം. എൻ്റെ ഏരിയ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. എൻ്റെ ഏരിയ അപ്പൊ നിങ്ങൾ കർത്താവോട് ചോദിക്കണം, നിങ്ങൾക്കത് ലഭിക്കണം. അല്ലേരിയ അതുകൊണ്ട് യാചിപ്പിൻ എന്നാൽ അല്ലേരിയ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും എന്നൊക്കെ മത്തായി സുവിശേഷം 7:7 വായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചോദിക്കുന്ന വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, അത് നിന്റെ ഭവനത്തിനകത്തേക്ക് യേശുക്രിസ്തുവിന് ഇറങ്ങി വരുവാൻ നിന്റെ ഭവനത്തെ നീ യേശുവിന്റെ ഒരുക്കി കൊടുക്കണം. അല്ലേരിയ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, സാത്താന്യ ശക്തികൾ നിന്റെ കുടുംബത്തെ അടയ്ക്കുവാണ്. നിന്റെ കുടുംബത്തിന്റെ സമാധാന ഘടത്തികൾ നിന്നെ രോഗിയാക്കി മാറ്റുമ്പോൾ, നിന്റെ കുടുംബത്തിൽ എല്ലാവരെയും രോഗിയാക്കി മാറ്റുമ്പോൾ അത് നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുക. ചില നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു കേട്ടോ. ഇല്ല, പേര് പറയുന്നില്ല. നിങ്ങളോടൊക്കെ ഒരു പക്ഷെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ആ വ്യക്തിയോട് വിവരങ്ങൾ ചോദിച്ചു. ആ കുടുംബത്തിലെല്ലാവരും രോഗികളാണ്. പരസ്പര സഹായമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയാത്തതുപോലെ ഓരോ ദിവസവും ബലഹീനരായി മാറുകയാണ്. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, സൗഖ്യദായകനായിരിക്കുന്ന യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ യേശു നിങ്ങൾക്ക് സൗഖ്യം തരും, അത്ഭുതം ചെയ്യും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അല്ലേരിയ മനസ്സോടെയൊക്കെയാണ് അവർക്ക് പറയുന്നതെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അല്ലേരിയ നമ്മൾ യേശുവിനെ വിശ്വസിക്കും, മനസ്സോടെയല്ല. ഈ ശതാധിപൻ വിശ്വസിച്ചവരെ വിശ്വസിക്കണം. പുറം ജാതിക്കാരായിരിക്കുന്ന ശതാധിപന് ഇത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മൾ എത്രമാത്രം ദൈവത്തെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ശതാധിപൻ ഇവിടെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവരുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ദൈവവചനം പറയുന്നത് അല്ലേലിയ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലിയ മത്തായി 8:10 വായിക്കുമ്പോൾ അത് കേട്ടിട്ട് യേശു വധിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നമ്മോട് പറയുന്നു. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കണ്ടോ? ദൈവം പറയണ കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കും. അപ്പൊ ദൈവരാജ്യത്തിൽ ആരുണ്ട്? അബ്രഹാമുണ്ട്, ഇസഹാക്കുണ്ട്, യാക്കോബുണ്ട്, യോസേഫൊക്കെ ഉണ്ട്. അല്ലേ? അങ്ങനെ മുൻപിതാക്കന്മാരോടുകൂടെ നാമം പന്തിയിലിരിക്കണമെങ്കിൽ ഇന്ന് പകൽ ശതാധിപന്റെ വിശ്വാസം വർദ്ധിച്ചതുപോലെ വിശ്വാസം വർദ്ധിച്ച് വലിയൊരു പ്രാർത്ഥന വലയുണ്ടാക്കി ഈ പക്ഷപാതക്കാരന് സൗഖ്യം കിട്ടിയതുപോലെ നിന്റെ ജീവിതത്തിനകത്തൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി നീ യേശുവിനോട് ചേർന്നിരിക്കണം. രക്തം ചെയ്യണം. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. മുമ്പ് ഞാൻ ആവർത്തിച്ചു, ഈ ശതാധിപന്റെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ഈ ശതാധിപൻ ഈ പക്ഷപാതക്കാരൻ തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു കൊടുത്ത് കാണും. അപ്പൊ അവന്റെ ഉള്ളിൽ വലിയ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി എങ്ങും രക്ഷയില്ല, അവസാനമാണ് യേശുവിന്റെ അരികിലേക്ക് വരുന്നത്, യേശുവിനെ സൗഖ്യമാക്കുമെന്ന് ഈ പക്ഷപാതക്കാരനും ഒരുപക്ഷെ ഈ ശതാധിപൻ പറഞ്ഞ അറിവ് കാണും. അല്ലേലിയ അതെ, നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ശതാധിപൻ പക്ഷപാതക്കാരനോട് പറഞ്ഞതുപോലെ യേശുവിനെ കുറിച്ച് നിന്നോട് പറയുമ്പോൾ ഈ പക്ഷപാതക്കാരന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നതുപോലെ നിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വരണം യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ. കാരണം അവൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, സകലത്തിന്റെ ഭരണാധികാരി, സകലത്തിന്റെ ഉടമസ്ഥൻ, സകലത്തിന്റെ യജമാനൻ, അണ്ടകടാകത്തെ അടക്കി ഭരിക്കുന്നവൻ, അഖിലാണ്ടത്തിനുടെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, 7 വാൻകരയുടെ 7 വൻകടലിന്റെ ഉടമസ്ഥൻ. ഹല്ലേലൂയ. മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗമഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്നവൻ. ഭൂമിയിൽ 33 തിരുവയസ്സ് വരെ മനുഷ്യനോടൊപ്പം മനുഷ്യാവതാരത്തിൽ മനുഷ്യനായി ജീവിച്ചവൻ, അപ്പോൾ തന്നെ ദൈവമായിരുന്നവൻ. അവൻ മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു, മനുഷ്യന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ അതിശക്തിയോട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും തന്റെ ആ പരമാധികാരത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഹല്ലേലൂയ യേശുവിനോട് ഇതിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ രക്തം ചെയ്യും.
നിന്റെ രോഗത്തെ ദൈവം സൗഖ്യമാക്കും. നാളുകളായി നാട്യനരമ്പുകളിലും ജോയിന്റുകളിലും രക്തധമനിലും പേശികളിലും ശിരസ്സോട്ടുള്ളം കാല് വരെ നിന്നെ തളർത്തിക്കളയുന്ന ചില രോഗബന്ധനങ്ങൾ, ചില രോഗാത്മാവിന്റെ ശരീരത്തിന്മേലുണ്ട്. ഇന്ന് മകൾ യേശു അത് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിന് ഞാൻ കരപടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് ഈ വചനം കേൾക്കുന്ന മാത്രമേ തന്നെ എന്റെ ശരീരത്തൊരു സൗഖ്യം സംഭവിക്കട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിനക്കൊരു വിടുതൽ ദൈവം സാമ്യം തരാൻ ആഗ്രഹിക്കുകയാണ്. നരിയാണി ഉറപ്പിച്ച് നടക്കാൻ കഴിയുന്ന നാളുകളായി ഇത് കിടക്കയിലല്ലേ. ദൈവം നിന്റെ നരിയാണികൾക്ക് ബലം തന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. നാളുകളായി പല ഡോക്ടർമാരെ കണ്ടിട്ടും ചികിത്സിച്ചിട്ടും ഭേദമാകാതെ, പല വൈദ്യന്മാരെ കണ്ട് ചികിത്സിച്ച് ഭേദമാകാതെ, പല വഴികളും വാതിലും നീ മുട്ടിയിട്ടും പല നേർച്ച കാഴ്ചകൾ നടത്തിയിട്ട് സൗഖ്യം വരാതെ നീ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന രോഗത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തി ജീവിതമോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നിനക്കൊരു സൗഖ്യം തരാൻ പോവുക യേശു. ഹല്ലേലൂയ. ജന്മനാൽ ഹല്ലേലൂയ ഓട്ടിസം രോഗത്താൽ ഭാരപ്പെട്ട് ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന ചില മാതാപിതാക്കളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമി ഓട്ടിസം രോഗത്താൽ ഭാരപ്പെടുന്ന നിന്റെ മകളെ ദൈവം സൗഖ്യമാക്കാൻ പോകുക. ആ ദുരാത്മാവിനെ, ആ രോഗാത്മാവിനെ മാറ്റിയിട്ട് നിന്റെ മകൾക്കൊരു സൗഖ്യം തരാൻ, ഒരു സുബോധത്തിന്റെ ആത്മാവിനെ തരാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ നീ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. ഞാൻ ഈ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില പ്രേരണകൾ എൻ്റെ ഉള്ളിൽ തരിക. ചില രോഗികൾ ഈ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിനെ ഓർപ്പിക്കുക. അതെ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങൾ ആ സാഹചര്യത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നീ യേശുവിനോട് കർത്താവേ, ശതാധിപന്റെ വിശ്വാസം പോലെ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ശതാധിപന്റെ ബാലിക്കന് സൗഖ്യം കൊടുത്തതുപോലെ എനിക്ക് സൗഖ്യത്തെ തരണമെന്ന് യേശുവിനോട് പറയുമ്പോൾ അവൻ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. അവൻ അത്ഭുതം അറിയാം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുകയാണ്, അങ്ങ് കിഴക്കുന്നും പടിഞ്ഞാറുന്നും എന്നതിന്റെ അർത്ഥം ആഗോള വ്യാപകമായിട്ടാണെന്നാണ്. കിഴക്കുന്നും പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ആഗോള വ്യാപകമായും ഹല്ലേലൂയ എന്നാണ്. രാജ്യത്തിന്റെ പുത്രന്മാർ എന്നത് വിശ്വാസത്തിൽ വരാത്തവരെ കുറിക്കുക. അതാണ് സ്വതം മത്തായി വിശേഷം. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യം പറയുന്നു, രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും തല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ വരാത്തവർ. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന് പറഞ്ഞ് കർത്താവിനെ അംഗീകരിക്കാത്തവരാണവർ. ഹല്ലേലൂയ. ഇന്നും അനവധി ആളുണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാന്ന് പറഞ്ഞ് കർത്താവിനെ അംഗീകരിക്കാത്തവരുണ്ട്. അവരെയാണ് രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത്. അവർക്ക് കരച്ചിലും പല്ലുകടിയുമുള്ള ആ തീപ്പൊയ്യിലേക്ക് അവരുടെ വാസം എന്ന് പറയുന്നത്. എന്നാൽ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും യോസേഫിനെയും സൃഷ്ടിച്ച ദൈവം, ആദിയിൽ ഉണ്ടായിരുന്നവൻ, ആദിയിൽ ദൈവമായിരുന്നവൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോട് ഇസഹാക്കിനോടും യാക്കോബിനോടും അടക്കം വിശുദ്ധന്മാരോടൊപ്പം നിനക്ക് വാഴാൻ കഴിയും. അവൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ നീ അംഗീകരിക്കാൻ കഴിയണം. ഇന്നത്തെ കാലത്ത് യേശുവിനെ അംഗീകരിക്കാതെ എല്ലാവർക്കും മാറ്റി. നിങ്ങൾ അംഗീകരിച്ചില്ല, ഞങ്ങൾ അംഗീകരിച്ച് പ്രസംഗിക്കുക. ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പാപികളും ദോഷികളുമായിരുന്ന ഈ ലോകത്തിന്റെ വെറുപ്പത്തിൽ ജീവിച്ചിരുന്ന, സമാധാനമില്ലാതെ ജീവിച്ച ഞങ്ങളെ മാനസാന്തരപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ഞങ്ങൾക്ക് സമാധാനം തന്നവൻ യേശു. അവൻ ലോക സൃഷ്ടാവാണ്, അവൻ ലോക സൃഷ്ടാവാണ്, ലോകരക്ഷിതാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശതാധിപനെ പോലെ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. യേശു തന്റെ ആത്താഴത്തിൽ ഒരു കൂട്ടർ തങ്കശോഭയിൽ പന്തിക്കിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ കരച്ചിലും പല്ലുകടിയുമുള്ള അന്തകാലത്തിൽ ഇരിക്കുമെന്ന് പറയുക. നമ്മൾ സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോട് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിൽ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ, രാജ്യത്തിന്റെ പുത്രന്മാരെന്താ കരച്ചിലും പല്ലുകടിയുള്ള അന്തകാരത്തിൽ കൂരിൽ രൂപത്തിൽ ഇരിക്കുമെന്ന് വേദപുസ്തകം പറയുക. അതുകൊണ്ട് ഇതേ പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവായ യേശുവിന് വേണ്ടി നീ ഹൃദയം കൊടുക്കാതെ, മാനസാന്തരപ്പെടാതെ, യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിക്കാതെ, ഇന്ന് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ പ്രമാണമുണ്ട്, ഞങ്ങൾ ആരാണെന്ന്, ഞങ്ങൾ ആരാ എന്താണെന്നൊക്കെ അറിയാതെ എന്നൊക്കെ ചോദിക്കുന്നവരോട് പാരമ്പര്യം പറഞ്ഞ് കഥ പറഞ്ഞ് പാരമ്പര്യത്തിന്റെ ലഹരിയിൽ ജീവിക്കുന്നവരോട് പറയട്ടെ, ഇന്ന് പകൽ നീ മടങ്ങി വന്ന് യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പന്തിയിലിരിക്കാൻ കഴിയുള്ളൂ. അല്ല, നീ ഇന്നും പാരമ്പര്യത്തിലാണോ? ആ പാരമ്പര്യം നിന്നെ നിത്യമായി നരകത്തിലേക്ക് കൊണ്ടുപോകും. അല്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പാരമ്പര്യം വലുത് കേട്ടോ. പാരമ്പര്യം എന്താണ്? പാരമ്പര്യം അതെന്ത് സാധനമായ എന്നെ കേൾക്കുന്ന പ്രിയരെ.
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാരമ്പര്യമില്ല. ഇല്ല, അവന് മുമ്പ് പാരമ്പര്യം ഉണ്ടായിരുന്നു. മുമ്പ് ഒരു സമുദായത്തിലായിരുന്നു, മുമ്പ് ഒരു മതത്തിന്റെ കീഴിലായിരുന്നു അവൻ. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു മതത്തിന്റെ കീഴിലായിരുന്നു, ആ മതത്തിന്റെ പ്രമാണത്തിലായിരുന്നു, ആ മതത്തിന്റെ കെട്ടിലായിരുന്നു, ആ മതത്തിന്റെ ബന്ധനത്തിലായിരുന്നു. മത നേതാവിന്റെ മേലാളന്മാർ പറയുന്നതനുസരിച്ച് നടക്കണമായിരുന്നു. അന്ന് നമുക്കൊരു പാരമ്പര്യമുണ്ട്. അല്ലേറിയ. എന്നാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന മാത്രയിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിക്കുന്ന ആ സാഹചര്യത്തെ നിമിഷം തന്നെ നിന്റെ പാരമ്പര്യത്തിനെ കെട്ടഴിയുക, നിന്റെ പാരമ്പര്യത്തെ ചങ്ങല കൂട്ടുകയാണ്. പിന്നെ നീ പാരമ്പര്യത്തിലല്ല, പിന്നെ നീ എവിടാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലാണ്. അല്ലേറിയ. പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന സഹോദര സഹോദരി, നീ ദൈവരാജ്യത്തെ കടക്കയില്ല, രാജ്യത്തിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുക. അല്ലേറിയ. ആമേൻ. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾക്ക് പ്രമാണമുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ മുന്നോട്ട് പോയാൽ, അല്ലേറിയ, നിനക്ക് കരച്ചിലും പല്ലുകടിയുള്ള സ്ഥലമാണ് കിട്ടുന്നത്. എന്നോട് ഒരു സഹോദരൻ എപ്പോഴും പറയും, ഞങ്ങളുടെ മാതൃസഭ, ഞങ്ങളുടെ മാതൃസഭയെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും വായിന്ന് തേനൊഴുക്കുന്നത് പോലെ. അല്ലേറിയ. ഞാൻ സഹോദരൻ പറയും, എന്റെ സഹോദരൻ, നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വായിൽ കൂടെ തേൻ ഊറിയാലും നിങ്ങൾ രാജ്യത്തിന്റെ പുത്രന്മാരാ. ആമേൻ. നിങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അബ്രഹാമിനും ഇസ്ഹാക്കും യാക്കോബിനും കൂടി ആഗോള വ്യാപകമായി വലിയൊരു കൂട്ടം ജനം യേശുവിൽ വിശ്വസിച്ച് അവർ ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കുമ്പോൾ നിങ്ങൾ കരച്ചിലും പല്ലുകടിയുള്ള സ്ഥലത്തേക്ക് പോകും, മാനസാന്തരപ്പെടാൻ പറയും. അതൊക്കെ അന്നേരം ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാർ തൊട്ട് പണിതതാണ് ഈ പള്ളി. ഞങ്ങളുടെ അപ്പോനും അപ്പൂപ്പന്മാരെ എല്ലാം വെച്ചിരിക്കുന്ന ഇവിടുത്തെ കല്ലറയില. അതുകൊണ്ട് ഞങ്ങളത് വിട്ടു വരത്തില്ല. അതെ, നീ വിട്ടു വരണ്ട, നീ അവിടെ നിന്നു, അവിടെ കിടന്നു. ഈ പാരമ്പര്യത്തിൽ കടിച്ചു തൂക്കി കിടന്നു. അത് യേശുവിൽ വിശ്വസിക്കുന്ന പാരമ്പര്യമില്ല കേട്ടോ. അവന് യേശുവിന്റെ വംശാവലിയിൽ അവൻ. അല്ലേറിയ. മത്തായി വിശുദ്ധ 1-ാം അധ്യായം 1-ാം വാക്യമായി ഞാൻ കഴിഞ്ഞൊരു ദിവസവും പറഞ്ഞു, അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലി. എന്നെ കേൾക്കുന്ന മാതാപിതാ, യേശു ക്രിസ്തുവിന്റെ വംശാവലിക്ക് വന്നിട്ടുണ്ടോ? അതോ ഇന്ന് നീ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണോ? അല്ലേറിയ. സ്തോത്രം. ഈ ഉറുമ്പ് എഴഞ്ഞു പോകുന്നില്ല, ഒരു ഉറുമ്പിനെ പുറകെ ഒരു ഉറുമ്പായിട്ട് ചില ഉറുമ്പുകൾ കൂട്ടം കൂടി നിങ്ങൾ ഇന്നും ആ പാരമ്പര്യത്തിന്റെ ചങ്ങലയാണെങ്കിൽ അതിനെ നീ പൊട്ടിക്കണം. അല്ലേറിയ. ഈ ശതാധിപനെ പോലെ നീ ദൈവത്തിലേക്ക് മടങ്ങുക, യേശുവിനെ വിശ്വസിക്കുക. അല്ലേറിയ. ഇവിടെ ദൈവത്തിന്റെ പദം പറയുന്നത് ആമേ സ്തോത്രം. അല്ലേറിയ. ആമേ സ്തോത്രം. ഇവിടെ ഒരു കൂട്ടം ജനം അബ്രഹാമിന്റെ യാക്കോബിനും പന്തിയിലേക്ക്, ഒരു കൂട്ടം ജനം പല്ലുകടിയോടുകൂടി അല്ലേറിയ നരകത്തിൽ കിടക്കും. ഇവിടെ സ്തോത്രം. ശതാധിപൻ അല്ലേറിയ. ഈ ശതാധിപന്റെ വിശ്വാസം യേശു കണ്ടിട്ട് അതിശയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. പിന്നീട് യഹൂദ ജനത്തിന്റെ അവിശ്വാസത്തെ യേശു ശാസിക്കുക. അതാ പറയുക, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ വിശ്വാസമുള്ളവരെ കണ്ടിട്ടില്ല. ശതാധിപന്റെ വിശ്വാസം പോലെ ഇസ്രായേൽ ജനത്തിനില്ലെന്ന്, യഹൂദനില്ലെന്ന്. അല്ലേറിയ. ഇന്നും അങ്ങനെ പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണാൻ കഴിയുന്നത് ഈ വേദഭാഗത്ത് രണ്ട് അധികാരികളാണ്. രണ്ട് അധികാരവും പരസ്പരം കാണുകയാണ്. ശതാധിപന്റെ അധികാരം എന്താണ്? അത് അവന് റോമൻ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചതാണ്. അല്ലേറിയ. ശതാധിപന്റെ അധികാരം ഭൂമിയിൽ നിന്ന് ലഭിച്ചതാണ്, റോമൻ ഗവൺമെന്റ് കൊടുത്തതാണ്. അല്ലേറിയ. 100 പേരുടെ മേലും അവന് അധികാരമുണ്ട്. അല്ലേറിയ. 100 പേർക്ക് അധികാരമുള്ളവൻ, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടത്തിന് അധികാരമുള്ളവൻ, അത് റോമൻ ഗവൺമെന്റ് കൊടുത്ത അധികാരമാണ്. അല്ലേറിയ. ഒരുവനോട് പോ എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരു വാ എന്ന് പറഞ്ഞാൽ വരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ അധികാരം എന്ന് പറയുന്നത് റോമൻ ഗവൺമെന്റ് കൊടുത്തതോ ഈ ഭൂമിയിലെ ഒരു ഗവൺമെന്റോ ഇവിടുത്തെ ഒരു മതമോ മത നേതാക്കന്മാരോ കൊടുത്തതല്ല. യേശു ക്രിസ്തുവിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 28:18 വായിക്കുന്ന പോലെ ആകാശത്തിൽ ഭൂമിയിൽ സകല അധികാരമുള്ളവൻ, അവൻ ഉയരത്തിൽ അധികാരമുള്ളവനാണ് യേശു. അപ്പൊ ശതാധിപന്റെ അധികാരം യേശുവിന്റെ അധികാരം രണ്ട് ധ്രുവങ്ങളിലാണ്. ശതാധിപന് കൊടുത്തത് റോമൻ ഗവൺമെന്റ്, യേശുവിന്റെ അധികാരം സ്വർഗീയമായത്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗീയ അധികാരമുള്ള, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഹല്ലേലൂയ. അവൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടായി. ഹല്ലേലൂയ. യേശു ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഭൂമിയിൽ വേണ്ടുന്നതൊക്കെ ഓരോ ദിവസവുമായി സൃഷ്ടിയിൽ ആരംഭത്തെങ്കിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അത് ഉൽപ്പത്തി പുസ്തകം നമുക്ക് വായിച്ച് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചം ഉണ്ടായി. അതെ, അവന്റെ വാക്ക് അധികാരമുള്ളതാണ്. യേശുവിന്റെ വാക്കിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ. തന്റെ വാക്കിനാൽ ആമേ സകലതുളവായി.
യേശുവിന്റെ വാക്കിനാൽ സകലതുമായി യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ലേലിയ എന്നൊക്കെ പറയാം, ലേലിയ ജനസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. മരിച്ചവരെഴുന്നേറ്റിട്ടുണ്ട്. കുരുടന് കാഴ്ച കൊടുത്ത്, ചികനെ കേട്ടിട്ട്, മുടന്തനെ നടത്തി, പക്ഷപാതത്തെ സൗഖ്യം കൊണ്ടിട്ടുണ്ട്. അമ്മയുടെ ഗർഭം മുതൽ അമ്മ കുളക്കരയിൽ കിടന്നവനെ, കുഷ്ഠരോഗിക്ക്, അങ്ങനെ എന്ത് വേണ്ട എന്ന് പറഞ്ഞാൽ തീരാത്ത പോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ശതാധിപന് നല്ല ബോധ്യമാണ്. പക്ഷേ യഹൂദനെന്നും അത് ബോധ്യമല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഇത് യേശുവിലേക്ക് മടങ്ങുക. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ പ്രശ്നം തീരും. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ പ്രശ്നം തീരും. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ കുടുംബത്തിലെ ബന്ധന വഴി രക്തം ചെയ്യും. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് നിനക്കൊരു സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഉടനീളം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ചില പൈശാചികമായ ബന്ധനങ്ങളെ ദൈവം നീക്കിയിട്ട് ആത്മാവിൽ ദൈവം നിന്നെ നിറച്ചിട്ട് ദൈവരാജ്യത്തിൽ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് കൂടെ പന്തിക്കിരിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട് രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് സകലതും ഒരു വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ട, സകലം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കർത്താവിനെ നിനക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ശതാധിപനുള്ള അധികാരം കുറവ് തന്നെയാണ്. ശതാധിപന്റെ അധികാരം കുറവുള്ള അധികാരം, അത് ഭൂമിയിലുള്ളതാ. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ബാല്യക്കാരൻ മാത്രം അതനുസരിക്കുന്നു. ഹല്ലേലൂയ. കാരണം ശതാധിപന്റെ അധികാരം അവന്റെ ബാല്യക്കാരൻ മാത്രം, അവന്റെ കൂടെയുള്ളവർ മാത്രം അനുസരിക്കുക. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ വാക്കുകൾക്ക് രോഗങ്ങളും പിശാചുക്കളും എല്ലാം അനുസരിക്കുന്നു. ശതാധിപന്റെ അധികാരം ഒരു കുറഞ്ഞ കൂട്ടം മാത്രം അനുസരിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരം എന്ന് പറയുന്ന ഈ ലോകത്തിലെ സകല സാത്താന ശക്തികളും സകല രോഗങ്ങളും അതനുസരിക്കുന്നു. യേശു ക്രിസ്തു ശതാധിപനെ പുകഴ്ത്തുവാൻ മറന്നില്ല. യേശു ക്രിസ്തു ശതാധിപനെ പുകഴ്ത്തുന്ന കാര്യത്തിലും മറന്നില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 8:10 പറയുന്നത്, ഹല്ലേലൂയ, യേശു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറഞ്ഞു. ഈ ശതാധിപനെ യേശു പുകഴ്ത്തുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, യേശുവിന് വേണ്ടി നീ നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ, ഭവനത്തെ ഏൽപ്പിക്കുമ്പോൾ, നീ കർത്താവിന് വേണ്ടി നിന്നെ അർപ്പണം ചെയ്യുമ്പോൾ, അല്ലെ ഇതിനെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ വിശ്വാസത്തെ പുകഴ്ത്തി പറയും യേശു കർത്താവ്. നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്ന ശതാധിപനെ പോലെ തന്നെത്താൻ താഴ്ത്താൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ തന്നെത്താൻ ഉയർത്താൻ പാടില്ല. തന്നെത്താൻ നമ്മളെ താഴ്ത്തുകയാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവമക്കളെ, വിശ്വാസം എന്ന മഹാ വലിയ ശക്തിയെ, വിശ്വാസം എന്ന് പറയുന്ന കൃപയെ എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശതാധിപന്റെ ഉള്ളിലുണ്ടായ വിശ്വാസത്തെ നിന്റെ തലമുറയിലേക്ക് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹല്ലേലൂയ. യഹൂദന്മാർക്കില്ലാതിരുന്ന, സാഗരത്തില്ലാതിരുന്ന വലിയൊരു വിശ്വാസത്തിന്റെ ഉടമയായി വലിയൊരു പ്രാർത്ഥനാ വലയത്തിനകത്ത് യേശു ക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാരന് സൗഖ്യം വരുന്നുള്ള വിശ്വാസത്തിന്റെ തീഷ്ണതയ്ക്കകത്ത് ഉറച്ചു നിന്ന ശതാധിപൻ, അത് നിന്റെ കുടുംബ വിശ്വാസത്തിലേക്ക് വരട്ടെ. രക്തം ചെയ്യും. ഇന്ന് മകൻ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ മുന്നേറണം. ദൈവം നിനക്ക് വേണ്ടി സൗഖ്യം തരാൻ പോകുക. മത്തായി വിശേഷം 8-ാമധ്യായം 11-ാമത്തെ വാക്യം വീട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തികരിക്കും. അടുത്ത വാക്യം, രാജ്യത്തിന് പുത്രന്മാർ. അതെ, ആഗോള വ്യാപകമായി അനേകർ കടന്നു വന്ന് ശതാധിപനടക്കം ദൈവരാജ്യത്തിൽ ക്രിസ്തുവിശുദ്ധ പിതാക്കന്മാരോട് പന്തികരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അബ്രഹാം ദൈവം എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ മക്കളെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പുത്രന്മാർ. അവിശ്വാസികൾ, യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്ത, യേശുവിന്റെ രക്ഷ അംഗീകരിക്കാത്ത, യേശുവിന്റെ നിത്യജീവനെ അംഗീകരിക്കാത്ത ജനമൊക്കെ രാജ്യത്തിന്റെ പുത്രന്മാർ. അവർ കരച്ചിലും കല്ലുകടിയുള്ള സ്ഥലത്തേക്ക് പോകും. രക്തം ചെയ്യും. മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം തരികയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. അതൊരിക്കൂടെ പറയട്ടെ. ആരെങ്കിലും ഭാരത്താൽ, പ്രയാസത്താൽ, സങ്കടത്താൽ, രോഗത്താൽ, ശാപത്താൽ, ബന്ധനങ്ങളാൽ, ആഭിചാര, മതവാദ, ദുർഭൂത ബന്ധനങ്ങളാൽ
കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, രോഗിയായി കിടക്കുകയാണെങ്കിൽ, സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ, കുടുംബജീവിതം തകർന്നതാണെങ്കിൽ, മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിമപ്പെട്ട് നിരാശ നിലവിലാണോ നീ എന്ന് പറഞ്ഞ യേശുവിടെ പറ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. ആത്മഹത്യയിൽ വക്കിലിരിക്കുന്ന സഹോദരൻ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആത്മഹത്യ ഒന്നൊരു പരിഹാരമല്ല. യേശുവിടെ പറ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ പ്രശ്നം തീരും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.3 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവർ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മദ്യു മയക്കുമരുന്ന് ലഹരി പദാർത്ഥം സകല ചൂതാട്ട ജനിക വ്യഭിചാര വരസംഘ അശുദ്ധി ദുഷ്കർമ്മങ്ങളിൽ കൊള്ള പലിശ ലഹരി മദ്യരോഗികളും മയക്കുമരുന്ന് രോഗികളും ഞങ്ങളുടെ കേരളത്തെ കൈയടക്കി കുടുംബങ്ങൾക്കൊക്കെ തരാച്ഛത്വം കൊണ്ടുവന്ന് തലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്ക് അടിമകളാക്കി മാറ്റുന്ന കൊലപാതക രക്തച്ചൊരിച്ചിൽ ഇടയാക്കി മാറ്റുന്ന ഈ കേരളത്തിന്റെ ശാപത്തെ നീക്കുവാൻ ഭാരതത്തിൽ കർത്താവ് 143 കോടി ജനത്തിനായി 29 സംസ്ഥാനം 6 ലക്ഷം ഗ്രാമങ്ങളിൽ വ്യാപരിക്കുന്ന സകല ശാപബന്ധനങ്ങളും എല്ലാ സാത്താന്റെ ആധിപത്യങ്ങളും മാറി ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്റ്റ് അന്റാർട്ടിക് രാജ്യങ്ങൾക്കകത്ത് 800 കോടി ജനത്തിന്മേലുള്ള ശാപങ്ങൾ മാറി ശതാധിപരെ പോരിച്ചാൽ വിശ്വസിപ്പാൻ ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഓപ്പറേഷൻ താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണവേദ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, വരിക രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, കർത്താവ്, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി രഹസ്യാന്വേഷണ ക്രമസമാധാന പാല നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, പോലീസിലെ സെക്ഷനുകൾക്കായി, എക്സൈസ് ഫോറസ്റ്റ്, ഫയർ വിഭാഗങ്ങൾക്കായി, ജുഡീഷ്യൽ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ സൈനിക സൈന്യന്മാരെയും, മാത്രം സാമൂഹിക സാംസ്കാരിക ചരിത്ര മീഡിയ രംഗം നിൽക്കുന്ന എല്ലാ സൈനിക സൈന്യന്മാരെയും, എല്ലാ ഭരണദൃഷ്ടി പാർട്ടികൾക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, എല്ലാവരും കടലോരവാസികളെ, തീരദേശവാസികളെ, മത്സ്യത്തിന്റെ ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, കനികളും കമ്പിലും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ രംഗം, മെക്കാൻ, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടൈസ് സർവീസിനും എല്ലാ വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവരെ, പാടത്തും പറമ്പിലും കോണിയിലും കല്ലിലൂടും മണ്ണിലൂടും തനിയോടും മല്ലടിക്കുന്ന ചോര വീർപ്പാക്കി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, കർത്താവ് സോദരം നലുരിയ വലുത് ചെറുവല്ല വ്യാപാരി വഴിയുടെ കച്ചവടക്കാരെ, എന്റെ സോദരം എല്ലാ ക്ഷീരമേലും കാർഷിക മേഖലയിലും സകല ജനത്തെയും ശൈശവത്തിലും ബാല്യകൗമാരും യൗവനത്തിലും വാർത്തത്തിലും ആരംഭത്തിലും അസമയാചോർണിച്ച് ജോലി തടവറയിലായിരിക്കും സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ജലത്തിന് മാനസാന്തരം കൊടുക്കണമേ, പാപവഴിയിലോട്ട് മടങ്ങി വരട്ടെ. കർത്താവ്, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ല എന്ന് പറഞ്ഞ മൂടന്മാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികളെയൊക്കെ ദൈവം സംരക്ഷിപ്പാണ്ടെയാണ്. രാജ്യത്തെ കുട്ടിച്ചോറാക്കുക, രാജ്യത്തെ തകർക്കുന്ന, രക്തച്ചൊരിച്ച് കൊണ്ടുവരുന്ന, മതവിദ്വേഷം ഉണ്ടാക്കുന്ന, വർഗീയത കൊണ്ടുവരുന്ന എല്ലാ സാത്താനുശക്തികളെയും എല്ലാ പാരമ്പര്യശക്തികളെയും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് ശാസിച്ച് കർത്താവ് ജനത്തിന് മാനസാന്തരം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കാര്യങ്ങളെയും എല്ലാ മൈക്കുലൂബുകളെയും സന്ദർശിക്കണമേ. സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിൽ, കർത്താവിന്റെ LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ സ്ഥലങ്ങളിൽ ലഹരിക്ക് കുട്ടികളെ അടിമകളാക്കി പണം ഉണ്ടാക്കുന്ന എല്ലാ സാത്താനുശക്തികളെയും ദൈവം സന്ദർശിക്കാനായി ദേശത്തിന്റെ, രാജ്യത്തിന്റെ രക്ഷണ സമാധാനത്തിന്, കുടുംബങ്ങളുടെ സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേല സ്നേഹിച്ച് വിവിധ രാജ്യങ്ങൾ കടത്തുപോയിരിക്കുന്ന ദൈവദാസദാസങ്ങളുടെ കുടുംബങ്ങൾ, ദേശരാജ്യ കഷ്ടം സഹിക്കുന്ന ഒപ്പരം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥി എല്ലാവരും അനുഗ്രഹിക്കണേ. അപകടങ്ങൾ പെരുകുന്നു, അനർത്ഥങ്ങൾ പെരുകുന്നു, ആക്സിഡന്റുകൾ പെരുകുന്നു. കർത്താവ്, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ പെരുകുന്നതിന്റെ നടുവിൽ ജനത്തിന് സമാധാനം കൊടുക്കണം, മാനസാന്തരം കൊടുക്കണമേ. ശതാധിപനെ പോലെ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു വാക്ക് കൽപ്പിച്ച സൗഖ്യം തരുന്ന വിടുതലുകൾ യേശുണ്ടെന്ന് വിശ്വസിപ്പാൻ ഈ ജനത്തിന് ആത്മീയങ്ങൾ തുറന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.